വെൽക്കം ബാക്ക് ടു ICI ടേസ്റ്റ് ബഡ്സ്. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ലവ്. എന്നെപ്പോലെ മാങ്ങ കൊതിച്ചയാണോ നിങ്ങളും? എങ്കിൽ തീർച്ചയായിട്ടും ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഒന്ന് തയ്യാറാക്കി നോക്കണേ. കിടു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഞാനിവിടെ അൽഫോൺസോ മാങ്ങയാണ് ഇതിന് യൂസ് ചെയ്തത്. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എനിക്ക് സ്റ്റിക്കി റൈസ് തന്നെ മേടിക്കാൻ കിട്ടി കേട്ടോ. അപ്പോൾ ഞാനത് മേടിച്ചു. ഇത് സ്റ്റിക്കി റൈസ് ഇല്ലെങ്കിൽ നോർമൽ പച്ചരിയോ ബസ്മതി റൈസോ ഉപയോഗിക്കാം കേട്ടോ. ഒറ്റൊരു ഡിഫറൻസേ ഉള്ളൂ, ഒരു മണത്തിനായിട്ട് റോസ് വാട്ടർ ചേർത്താൽ മതി. ഇപ്പം ഞാൻ സ്റ്റിക്കി റൈസ് നന്നായി കഴുകിയെടുക്കുവാണേ. ഈ സ്റ്റിക്കി റൈസ് കാണാൻ തന്നെ ഡിഫറെൻറ്റാണ്, കുറച്ച് എക്സ്ട്രാ വൈറ്റാണ്. അതുപോലെ തന്നെ ഇച്ചിരി ഒരു ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഇരിക്കുന്ന പോലെയാണ്. എന്നാൽ മട്ട റൈസ് പോലെ ഉരുണ്ടല്ല, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റാണ്. എന്നിട്ട് ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ടൊരു പാത്രത്തിൽ ഞാൻ 1 കപ്പ് സ്റ്റിക്കി റൈസിന് ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് എടുത്തത് കേട്ടോ. ഇപ്പം നിങ്ങൾ സ്റ്റിക്കി റൈസ് അല്ല നോർമൽ റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് വേവിക്കണേ, ആ ഫ്ലേവർ കിട്ടാൻ. ഇപ്പോൾ അത് നന്നായി വെന്ത് വന്നു. ഇത് സ്റ്റിക്കി റൈസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് തന്നെയാണ് ഇരിക്കുക. പക്ഷേ ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെന്ത് കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് 1-ാം പാല് ഞാൻ ഒരു 1/2 കപ്പ് ഒഴിക്കുന്നുണ്ട്. 1-ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, എന്നാലും കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പം ഇത് ആക്ച്വലി ഒരു ഡെസേർട്ട് വേർഷൻ ആണല്ലോ, അപ്പോൾ ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്തു. പിന്നെ ഞാനൊരു സ്വല്പം റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. ശരിക്കും സ്റ്റിക്കി റൈസ് ആണെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല, എന്നാലും എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം കോക്കനട്ട് മിൽക്ക് ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ 2-ാം പാലെടുത്ത് മാറ്റി വെച്ചത് 1 കപ്പ്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനത് പറയാൻ കാരണം ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് ചേർക്കണേ. പിന്നെ നന്നായി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇതൊന്ന് തിക്കാക്കി എടുക്കുക. ഇതൊന്ന് തിക്കായി കഴിയുമ്പോൾ നമ്മുടെ കോക്കനട്ട് സോസ് ഇവിടെ റെഡിയാണ്, കോക്കനട്ട് മിൽക്ക് സോസ്. അപ്പോൾ നമ്മളിതിനി അസംബിൾ ചെയ്യാം. നമ്മുടെ റൈസ് സ്റ്റിക്കി റൈസ് റെഡി ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മളിതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റിലോട്ട് ഇതൊന്ന് കമത്തി വെക്കാം. അപ്പോൾ ഈ സ്റ്റിക്കി റൈസ് ആകുമ്പോൾ ഞാൻ ഇച്ചിരി എക്സ്ട്രാ തേങ്ങാപ്പാൽ ചേർത്ത് കേട്ടോ. തേങ്ങയുടെ പാലിൻ്റെ ഫ്ലേവർ ഇവിടെ ഇഷ്ടമായതുകൊണ്ട്. അല്ല, നിങ്ങൾക്ക് ആ കറക്റ്റ് ഷേപ്പിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളത് അത്രയും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ സ്റ്റിക്കി റൈസ് ഇവിടെ വെച്ചു. ഇപ്പം നല്ല സൂപ്പർ അൽഫോൺസോ മാങ്ങ എനിക്ക് കിട്ടിയായിരുന്നു. അതാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നല്ല മധുരവും മണവും ഒക്കെയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ ലുലുന്നാണ് മേടിച്ചത്. അപ്പോൾ അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ നമ്മുടെ സ്റ്റിക്കി റൈസിൻ്റെ മേളിൽ നമ്മൾ തയ്യാറാക്കിയ കോക്കനട്ട് സോസ് ഉണ്ടല്ലോ, കോക്കനട്ട് മിൽക്ക് സോസ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കറുത്ത എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കറുത്ത എള്ള് ഇഷ്ടമല്ലെങ്കിൽ വെള്ള എള്ള് സ്പ്രിങ്കിൾ ചെയ്യാം. പക്ഷേ ഈ എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് ഇതിൻ്റെ ഒപ്പം കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിത് കൂടുതലായി പോവോ എന്ന് വിചാരിച്ചാൽ തയ്യാറാക്കിയ, കാരണം പിള്ളേരൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് തികഞ്ഞില്ല എന്ന് വേണം പറയാൻ, കാരണം പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്ലാൻഡ് സ്പെഷ്യൽ മാംഗോ സ്റ്റിക്കി റൈസ് ഡെസേർട്ട്. അപ്പം മാങ്ങ സീസൺ തീരുന്നതിന് മുന്നേ തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ആ ട്രൈ ചെയ്ത പിക്ചറും കൂടെ ഒന്ന് അയക്കണേ, ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഇറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.